നിർത്തിയിട്ട് വീണ്ടും അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് പഴയ മരുന്ന് പിന്നെ അവർക്ക് കേസില്ല. രണ്ടാമത്തെ കാര്യം മരുന്ന് ആരംഭിച്ചാൽ തന്നെ കൂടുതൽ ഡോസിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് അവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഒരിക്കലും മരുന്ന് നിർത്തുന്നത് നല്ലതല്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രോഗിക്ക് മരുന്ന് മാത്രം പോരാ, രോഗിക്കും രോഗിയുടെ കൂടെയുള്ള പരിചാരകർക്കും രോഗത്തെക്കുറിച്ചും രോഗത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കാമെന്നുള്ള രീതിയിൽ പല മനഃശാസ്ത്രപരമായിട്ടുള്ള സൈക്കോതെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, കെയർ ഗിവർ എഡ്യൂക്കേഷൻ, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് വേറെ ക്ലാസ് ഉണ്ടായിരിക്കും. പുനരധിവാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സ്കീസോഫ്രീനിയ രോഗികളിൽ എങ്ങനെ എത്ര നല്ല ചികിത്സ കൊടുത്തു കഴിഞ്ഞാലും ഒരു 70 to 90% മാത്രമാണ് മിക്കവാറും ആളുകൾക്ക് ഒരു ഫുൾ 100% നമുക്ക് റെമിഷൻ, പൂർണ്ണമായിട്ടുള്ള രോഗപൂർവ അവസ്ഥയിലേക്ക്, രോഗം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു 70 to 100, അതായത് 30% ഓഫ് സ്കിസോഫ്രീനിയ പേഷ്യൻസിനും നമുക്ക് രോഗത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാനേ പറ്റുള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വെച്ച് അവരെ എങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം, സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ചെയ്ത് സ്വന്തം കാലിൽ എങ്ങനെ ജീവിപ്പിക്കാം, സമൂഹത്തിൽ അവരെ എങ്ങനെ താമസിപ്പിക്കാം, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പുനരധിവാസം. അപ്പം ഈ പുനരധിവാസം എന്ന് പറഞ്ഞാൽ അവരെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ഒക്യുപേഷണൽ റീഹാബിലിറ്റേഷൻ, തൊഴിൽ അധിഷ്ഠിത പുനരധിവാസം, ഈ കവറൊക്കെ ഒട്ടിക്കാൻ, മെഡിസിൻ കവർ ഒട്ടിക്കാൻ പഠിപ്പിക്കാം. പല ജോലികൾ അവരിപ്പോൾ ഏത് മേഖലയിലാണ് അവർ ജോലി ചെയ്തിരുന്നത് അതിനനുസരിച്ച് അവർക്കൊരു ട്രെയിനിങ് കൊടുത്താൽ ചെറിയ രീതിയിൽ അവർ ജോലി ചെയ്യാനായിട്ട് അവർ തുടങ്ങും. പണം എങ്ങനെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ അവരൊരു ക്യാൻറ്റീനിൽ ജോലിക്ക് ചെയ്യിക്കാം, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യിക്കാം, അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് പുനരധിവാസം. ഇത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇവർ വീട്ടിൽ തന്നെ ഇരുന്ന് പോകും. അവർ വീട്ടിലിരിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് അവർ അറ്റ്ലീസ്റ്റ് മരുന്നെങ്കിലും വാങ്ങിക്കേണ്ട പൈസ ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നതാണ് പുനരധിവാസം. അപ്പോൾ ഈ പുനരധിവാസത്തിൽ അത് ബ്രെയിനിൽ കുറേ ചേഞ്ചസ് ഉണ്ടാക്കും. അവരുടെ ചിന്തകൾ ശരിയായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാനും ജോലിയെ പ്രയാസം കൂടെ ചെയ്യാനും അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അവരുടെ സോഷ്യൽ സ്കിൽസ്, സോഷ്യലൈസേഷൻ ഇതൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് പുനരധിവാസം സഹായിക്കും. ഒരു സ്കീസോഫ്രീനിയയുടെ പുനരധിവാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നുള്ള ഓസ്കാർ നേടിയ മൂവിയെ പറ്റിയിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. അതിലുള്ള പ്രധാന കഥാപാത്രം ജോൺ നാഷ്, മാത്തമാറ്റിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. സ്കീസോഫ്രീനിയ രോഗബാധിതനായിരുന്നു. ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഇപ്പം നമ്മൾ പുനരധിവാസം എന്ന് പറയുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നോബൽ പ്രൈസ് കിട്ടണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് സമൂഹത്തിൽ കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പുനരധിവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്കീസോഫ്രീനിയെ പറ്റി പറയുമ്പോൾ പരിചാരകർക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു പങ്കുണ്ട്. എന്താണ്? ഈ രോഗിയെ പറ്റിയിട്ട് രോഗിയുടെ മുമ്പിൽ നിന്നിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിന്നെ കൊണ്ട് ഞാൻ മടുത്തു, നീ കാരണം ഈ കുടുംബം തന്നെ നശിച്ചു പോയി, അങ്ങനെയുള്ള പല നെഗറ്റീവ് ക്രിറ്റിസിസം പറയുന്ന ആളുകളുണ്ട്. ഇത് മരുന്ന് കഴിച്ചാൽ പോലും സ്കീസോഫ്രീനിയയുടെ കോഴ്സ് ആൻഡ് പ്രോഗ്നോസിസിനെ മോശമായിട്ട് ബാധിക്കും. അസുഖം മൂർച്ഛിക്കാനായിട്ട് സാധ്യതയും. അതേസമയം തന്നെ സ്കീസോഫ്രീനിയ വന്നുകൊണ്ട് എൻ്റെ മോനെ നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ ഇരുന്നോ, നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാം, പല്ല് തേച്ച് കൊടുക്കുക, ചോറ് ഉരുളൂട്ടി വായിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ഓവർ ഇൻവോൾവ്മെന്റ് അത് നല്ലതല്ല. ഇപ്പം നെഗറ്റീവ് ക്രിറ്റിസിസവും നല്ലതല്ല, ഓവർ ഇൻവോൾവ്മെന്റ് നല്ലതല്ല. ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ ഗുളിക കഴിക്കാനും കഴിപ്പിക്കാനും ജോലി ചെയ്യാനും കുടിക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അവരെ പ്രേരിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരെ നല്ല പ്രവർത്തികളെ അഭിനന്ദിക്കാൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതേസമയം അവരോട് തർക്കിക്കുന്ന രീതിയിൽ, അവർ രോഗിയാണ്, അവരോട് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. നീ ഗുളിക കഴിച്ചേ പറ്റൂ, കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിക്കില്ല. അവരെ കഴിക്കാനുള്ള രീതിയിൽ, നല്ല രീതിയിൽ അവരെ നമ്മൾ പ്രേരിപ്പിക്കാം. അപ്പോൾ ഏറ്റവും ഇന്നും സമൂഹത്തിൽ നിൽക്കുന്ന ഒരു കാര്യം സ്റ്റിഗ്മ. ഈ രോഗത്തെക്കുറിച്ചുള്ള സ്റ്റിഗ്മ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയിട്ടില്ല. ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, ഒരു 6 വർഷം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കേഡലിൻ്റെ തിരുവനന്തപുരം അല്ലേ, അമ്മ ഡോക്ടറാണ്, അച്ഛൻ ഡോക്ടർ ആയിരുന്നോ എന്നറിയില്ല, എനിവേ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ചെറുപ്പം മുതലേ സ്കീസോഫ്രീനിയ രോഗബാധിതനായിരുന്നു. അങ്ങനെയാണ് അയാൾക്കൊരു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്ന ആളുകളെയൊക്കെ കൊന്ന് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ
പുനർജീവിക്കും, വേറെ എവിടെയൊക്കെ ജീവിക്കും. ഇന്നിപ്പോഴും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ, അരുണാചൽ പ്രദേശിൽ പോയിട്ട് 3 പേര് മരിച്ചല്ലോ. അവർക്ക് അസുഖം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിവേ കേതറിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാം, സ്കീസോഫ്രിനി ആയിരുന്നു. അമ്മ ഡോക്ടറായിരുന്നു, ചികിത്സിച്ചില്ല. അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു, ഒരു ബന്ധത്തുള്ള വേറെ ആരെയും കൊന്നു, അല്ലേ? അയാൾക്ക് യാതൊരു റിമോർസും ഇല്ല, കുറ്റബോധവും ഇല്ല, കാരണം അയാൾ രോഗിയാണ്. അപ്പം ഇന്നും നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസം ലഭിച്ച ആളുകളുടെ ഇടയിൽ പോലും ഈ ഇത്തരത്തിൽ രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കാനായിട്ട് മടിയാണ്. സമൂഹം എന്ത് പറയും, ഇപ്പം ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കുന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലുള്ള ഈ മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും അജ്ഞതകളൊക്കെ മാറ്റിയെടുക്കുക, അവരെ ചികിത്സിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി സ്കീസോഫ്രിനിയെ പറ്റി പറയുമ്പോൾ സ്കീസോഫ്രിനിയായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങളുണ്ട്. ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറയും, സംശയരോഗം. ഭാര്യയെ സംശയം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, അതൊരു ഡെല്യൂഷനാണ്. ചിലക്ക് വേറെ തരത്തിലുള്ള ഡെല്യൂഷൻ ഉണ്ട്. എൻ്റെ വയറിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ എന്നുള്ളത്. ജഗതിക്ക് എന്തോ വയറിൻ്റെ ഉള്ളിൽ കുതിര കയറി എന്നുള്ളത് ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവസാനം വെള്ള കുതിരയെ കാണിച്ചു കൊടുത്തപ്പോൾ അല്ല, അത് അല്ല, നിങ്ങൾ കറുത്ത കുതിരയാണ് വയറിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചില സംശയങ്ങൾ, എനിക്കെതിരെ ആരും എന്താ ചെയ്യാൻ പോകുന്നു, ഈ സംശയം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. മറ്റു കാര്യങ്ങളിലൊക്കെ അവർ ഓക്കെ ആയിരിക്കും. പക്ഷേ ഈ സംശയം വളരെ അപകടമാണ്. ഒരുപക്ഷെ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ നയിക്കാവുന്ന ഒന്നാണ് ഡെല്യൂഷണൽ ഡിസോർഡർ. അക്യൂട്ട് സൈക്കോസിസ് എന്ന് പറയുമ്പോൾ ഈ സ്കീസോഫ്രിനിയെ പോലത്തെ അവസ്ഥ വളരെ പെട്ടെന്ന് വരിക. പെട്ടെന്ന് എന്തോ ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, ആഘാതം ഉണ്ടാക്കുന്ന എന്തോ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു അക്യൂട്ട് സ്കീസോഫ്രിനിയെ പോലത്തെ അവസ്ഥയാണ് അക്യൂട്ട് സൈക്കോസിസ് എന്ന് പറയുന്നത്. പിന്നെ സ്കീസോ അഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഡിപ്രഷൻ, മാനിയ എന്നുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ സ്കീസോഫ്രിനിയുടെ ലക്ഷണങ്ങളായിട്ടുള്ള ഡെല്യൂഷൻ, ഹാലുസിനേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പറയാം. സൈക്കോസിസ് സെനോസിസ് എന്ന് പറഞ്ഞാൽ സ്കീസോഫ്രിനിയെ പോലത്തെ ലക്ഷണങ്ങളുണ്ട്, അത്രത്തെ കാഠിന്യമില്ലാതെ അനുഭവപ്പെടുന്നതാണ്. ഇതൊക്കെയാണ് സ്കീസോഫ്രിനിയെ പോലെയുള്ള രോഗങ്ങൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രോഗികൾക്ക് കൊടുക്കാവുന്ന ഒറ്റൊരു കാര്യം എന്താണ്? പ്രതീക്ഷയാണ്, ഹോപ്പ്. ഈ ഹോപ്പ് കൊടുക്കണമെങ്കിൽ അവരെ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക, അവർക്ക് വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുക, അവരെ വേണ്ടവരെ സമൂഹത്തിൽ പുനരധിവസിപ്പിക്കുക, ഈ രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഈ രോഗത്തെ മുന്നോട്ടുള്ള ഗതിയെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.